നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വ്യാഴമാറ്റത്തിലൂടെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ശാസ്ത്രീയ വിശകലനമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണ വ്യാഴമാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിരുന്നു. അതിനോട് ബന്ധപ്പെടുത്തി തന്നെ വ്യാഴമാറ്റത്തിലൂടെ ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിരുന്നു. പ്രേക്ഷകരെല്ലാം അത് വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മുറക്കി കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ പറ്റി പറഞ്ഞു കൊടുക്കണമെന്ന പ്രേക്ഷക അഭിപ്രായത്തെ മാനിച്ച് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് 7 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക. മേടം, എടവം, കർക്കിടകം, ചിങ്ങം, തുലാം, ധനു, കുംഭം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന് മുൻപായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴത്തിന് ഗോചരസ്ഥാനുണ്ട്, വേദസ്ഥാനുണ്ട് എന്നൊക്കെ പറയണ്ടായി അല്ലേ. അപ്പോൾ ഗോചരം എന്ന് പറയുമ്പോൾ ഏറ്റവും അനുകൂല ഭാവങ്ങളാണ് 2, 11, 9, 5, 7 ഇതാണ് ഏറ്റവും അനുകൂല ഭാവങ്ങൾ. അതിൽ ഗോചരമെന്നും വേദം എന്ന് പറയുമ്പോൾ 12, 8, 10, 4, 3 ഈ രാശികൾ 12, 8, 10, 4, 3 ഈ സ്ഥാനങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾ അത് വേദസ്ഥാനത്താണെന്നുള്ളത് മനസ്സിലാക്കണം. വേദസ്ഥാനം എന്ന് പറയുമ്പോൾ ദോഷം കൂടുതലുള്ള സ്ഥാനം. അതേപോലെ തന്നെ ഈ ഗോചരസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന ആളുകൾക്ക് വേദസ്ഥാനത്ത് മറ്റേതെങ്കിലും ഗ്രഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേധിച്ചു പോകും. അതായത് ഗുണഫലം കിട്ടില്ല എന്നർത്ഥം. അതായത് 2 വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് 12 ചാരവശൽ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന സമയത്തും 11 വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് 8-ാം കൂറിൽ വേറെ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന സമയത്തും 9 വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് 10-ാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന സമയത്തും 5-ാം കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് 4-ാം കൂറിലെ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന സമയത്തും 7-ാം കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് 3-ാം കൂറിൽ ഏതെങ്കിലും ഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലും അനുകൂല ഫലം കിട്ടുന്നതല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഗോചരം, വേദം. പിന്നെ അഷ്ടവർഗം. ഇപ്പോൾ വ്യാഴം ദുസ്ഥാനത്താണെങ്കിൽ പോലും അഷ്ടവർഗ ബിന്ദുക്കളിൽ 5 മുതൽ 8 ബിന്ദുക്കൾ വരെ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വ്യാഴമാറ്റം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രതികൂല ഭാവസ്ഥിതിയൊന്നും നമ്മളതിനെ ബാധിക്കില്ല എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൽ ഗുണവും ദോഷവും ഒക്കെ വേർതിരിച്ച് നമ്മളെ ഫലത്തിലേക്ക് എത്താൻ. എങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൃതീയേ ബ്രഹ്മദോശിര, ചതുർത്ഥേ പാണ്ഡവനാശം, ഷഷ്ടേ മാബലി ബന്ധനം, അഷ്ടമേ ഹരദോബാലി, ദശമേ ദാരികാവധം, ദ്വാദശേ രാവണോഭംഗ. അപ്പോൾ ഈ ഗോചരസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ ഈ പറയുന്ന പുരാണ കഥാപാത്രങ്ങൾക്കെല്ലാം ആപത്ത് പടഞ്ഞിട്ടുണ്ട്. ജന്മരാമ വനോദുഃഖം, ജന്മവ്യാഴത്തിൽ ശ്രീരാമന് വനവാസത്തിൽ ദുഃഖിക്കാനുള്ള ഇടമുണ്ടായി എന്നൊക്കെയാണ്. അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ്റെ ജാതകത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഇത്രയും നല്ല ഗ്രഹനിലയിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വ്യാഴമ്പഴ വന്നപ്പോൾ എന്തുണ്ടായി? ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഏതൊരു വിദ്വാൻ നമ്മളുടെ ചാനലിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വ്യാഴം ഉച്ചത്തിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കണം, അതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്നൊക്കെ പറയണത്. ശാസ്ത്രബോധമില്ലാണ്ട് പറയണതാണ് അതൊക്കെ. ശാസ്ത്രത്തെ വ്യക്തമായി മനസ്സിലാക്കാതെയും പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ധരിക്കാതെയും കേട്ടത് പാതി കേൾക്കാത്തത് പാതി മെസ്സേജ് ഇടുന്ന ആൾക്കാരാണ് അതൊക്കെ നമ്മൾ അവജ്ഞയോടെ പുച്ഛത്തോടെ തള്ളിക്കളയാം. ശാസ്ത്രത്തിന് എപ്പോഴും അതിൻ്റേതായൊരു ആർഷത്വമുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളെന്നും ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആർഷത്വം സിദ്ധിച്ചിട്ടുള്ളതാണ്. ഋഷീശ്വരന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. വസിഷ്ഠനും മന്ത്രേശ്വരനും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അതിനൊന്നും ചോദ്യം ചെയ്യാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും സാധ്യമല്ല. എന്നാൽ നമ്മളതിനനുസരിച്ച് ജീവിക്കാനേ പറ്റൂ. മനസ്സിലായിട്ടോ? അപ്പോൾ ഒരു അപ്ഡേഷൻ ഇതുവരെ കൊണ്ടുവരാനൊന്നും ആർക്കും സാധിച്ചില്ല. ഈ പറഞ്ഞതിലൊന്നും ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ അതിന് ശേഷമുള്ളതായ ഒരൊറ്റ തലമുറയിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും എത്ര കേമന്മാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ആ ഒരു പ്രാധാന്യം വ്യക്തമാക്കണം. വേദാംഗമാണ് ജ്യോതിഷം. ആ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മേടക്കൂറ് മുതൽ നമുക്ക് നോക്കണം. മേടക്കൂറ്, എടവക്കൂറ്, കർക്കിടകക്കൂറ്, ചിങ്ങക്കൂറ്, തുലാക്കൂറ്, ധനുക്കൂറ്, കുംഭക്കൂറ് ഈ 7 കൂറിൽപ്പെട്ട ആളുകൾക്കാണ് ദോഷം അധികമുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വളരെ ആശ്വാസമാണ്. ഒരു ഗ്രഹം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ ചെയ്യുന്ന ദോഷത്തിന് കാഠിന്യം കുറയും.
പിന്നെ പ്രത്യേകിച്ച് സത്വഗുണപ്രധാനിയായിരിക്കുന്ന ഗ്രഹമാണ് ആ വ്യാഴം. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കാണ് വ്യാഴം വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ദോഷത്തിന് ഗണ്യമായ തോതിൽ കുറവുണ്ടാവും. അപ്പോൾ ആരും അങ്ങനെ ഭയക്കേണ്ടതില്ല. എങ്കിലും അവനവൻ്റെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യം പറയാം. അവർക്ക് ചാരവശൽ വ്യാഴം 3-ൽ നിന്ന് 4-ലേക്കാണ് വരുന്നത്. 4-ാം വ്യാഴം പാണ്ഡവകുലം മുടിഞ്ഞത് 4-ാം വ്യാഴത്തിലാണത്രേ. ചതുർത്ഥേ പാണ്ഡവനാശം. അപ്പോൾ ഇവിടെ പ്രശ്നമാർഗാചാര്യൻ എന്ത് പറഞ്ഞു? ബന്ധുസ്ഥിതേ ബന്ധുജനോത്ഥിത ക്ലേശാഹ കുത്രാപി സുഖം നജ എന്നാണ്. ബന്ധുസ്ഥിതനാകുന്ന വ്യാഴം, ബന്ധുസ്ഥിതൻ എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൽ അല്ലെങ്കിൽ 4-ാമത്തെ കൂറിൽ നിൽക്കുന്ന വ്യാഴം മനുഷ്യർക്ക് ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ കൊടുക്കാൻ കാരണമാകും. അത് ബന്ധുജനോത്ഥിത ക്ലേശ, ബന്ധുജനങ്ങളിൽ നിന്നും ഉദ്ധിതമായ ക്ലേശത്തെ കൊടുക്കുന്നതാണ്. മനസ്സിലായില്ല? അപ്പോൾ ബന്ധുജനങ്ങളാൽ ഉണ്ടാകുന്ന ക്ലേശം, പുതിയ ബന്ധുക്കളാവാൻ പോകുന്ന ആളുകൾക്കും ഇത് ബാധകം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ബന്ധുക്കളായിരിക്കുന്ന ആളുകൾക്കും ബാധകമാണ്. അപ്പോൾ അവർക്കൊക്കെ പലതരത്തിലുള്ളതായ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കലഹങ്ങളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലായ ബന്ധുക്കൾ, സുഹൃത്ത് ബന്ധങ്ങളാവാം, നമ്മൾ വിവാഹം പോലെയുള്ള ബന്ധങ്ങളിൽ നിന്നും മാത്രമല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നുമുള്ള അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ പിണങ്ങേണ്ടി വരിക, ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള കലഹത്തിന് കാരണമാകുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം എന്നാണ് ആചാര്യം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താ പറഞ്ഞു, പിന്നെ ഒന്നുകൂടി പറഞ്ഞുള്ളത് കുത്രാഭി സുഖം നജ, ഒരിക്കലും സുഖം ഉണ്ടാവുന്നതല്ല എന്നാണ്. അപ്പോൾ ഒരു വർഷക്കാലം സുഖത്തിന് കുറച്ച് ഹാനി ഉണ്ടാവും. അതായത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ലേശം മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ തരണ്ട്. അപ്പം അതിനനുസരിച്ച് കരുതി ജീവിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വ്യാഴാണ്, സത്വഗുണപ്രധാനിയാണ്. എങ്കിലും ഈ ദോഷം അവിടെ ഈ വ്യാഴത്തെ സംബന്ധിച്ച് തന്നെയാണ് ആചാര്യൻ ഈ ദോഷം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉച്ചരാശിയിലാണ് എന്നുള്ളൊരു പരിഗണന വെച്ച് ഈ ദോഷത്തിന് ലഘുത്വം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ ഇടവക്കൂറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദം, അവർക്ക് 3-ലാണ് വ്യാഴം. തൃതീയസ്ഥിതേ ജീവേന്ദ്രണം സ്വൻ പതതഃ ഭ്രംശൻ കാര്യവിഹതിം ച എന്ന് പറഞ്ഞു. 3-ാം വ്യാഴം ബ്രഹ്മാവിൻ്റെ ശിരസ് പോയ കാലമാണത്രേ. 3-ാം വ്യാഴത്തിൽ വ്യാഴം ചാരവശാൽ 3-ൽ നിൽക്കുമ്പോൾ സ്വാൻ എന്ത് പറഞ്ഞു? സ്വാൻ പതതഃ ഭ്രംശൻ, അതായത് സ്വൻ പതതഃ ഭ്രംശൻ, അതായത് സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കം വരിക. നല്ല സ്ഥാനത്തൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. കാരണം പലതരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവാനും അതേപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. വ്യാഴം പിഴ എന്ന് തന്നെയാണ് അതിന് പറയുക. വ്യാഴം പിഴച്ച് നിൽക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവൻ്റെ സ്ഥാനമാനങ്ങൾക്കൊക്കെ ഭ്രംശം ഉണ്ടാവും. സ്ഥാനോത്സവസ്ഥയാ ഭ്രംശമധപ്പതന, താഴത്തേക്ക് വരിക. അതേപോലെ തന്നെ കാര്യവിഹിതിയും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ദൈർഘ്യം വരിക, അല്ലെങ്കിൽ അതിന് മുടക്കം വരിക, ഈ വർഷം അത് ചെയ്യാൻ പറ്റാണ്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുഭദ്രൊക്കെ നന്നായി ചെയ്തോളാം. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ അധികമില്ല, പക്ഷെ നാവാമുകുന്ദ ക്ഷേത്രത്തിലൊക്കെ ബ്രഹ്മാവുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്, ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മദേവനൊക്കെ പ്രാർത്ഥിക്കുക, വിഷ്ണുദേവനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ ആപത്തുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ജന്മവ്യാഴമുള്ള കർക്കിടകം രാശിക്കാർ അല്ലേ, അവർക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയമായില്യം, അവർക്ക് ജന്മവ്യാഴാണ്. ജന്മവ്യാഴത്തിൽ എന്താ? ഗുരൗ ജന്മകേ സ്ഥാനഭ്രംശധനക്ഷയൗ കലഹതി ജാഢ്യേ, ആഢ്യൻ വ്യാഴാണ്. വ്യാഴം ചാരവശാൽ ജന്മക്കൂറിൽ നിൽക്കുമ്പോൾ സ്ഥാനചലനം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്നിവ സംഭവിക്കുന്നതാണ്. സ്ഥാനഭ്രംശ ധനക്ഷയോ കലഹതി ജാഢ്യേ എന്നാണ്. ആഢ്യൻ എന്ന് പറഞ്ഞാൽ വ്യാഴാണ് കേട്ടോ. കലഹം ഉണ്ടാവുക, ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് വലിയ വലിയ കലഹങ്ങൾ ഉണ്ടാവുക. കോടതി കേസൊക്കെ അതിൽ പറയുന്നുണ്ട്. ശ്രീരാമസ്വാമി വനവാസത്തിന് പോയത് അല്ലേ, അപ്പോൾ വൃദ്ധയായ സ്ത്രീ നിമിത്തമാണ്, മന്ധര എന്ന് പറയുന്ന സ്ത്രീയുടെ ഉപദേശം നിമിത്തമാണ്. അപ്പോൾ വയസ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, പാര വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ സകല കാര്യങ്ങൾക്കും, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പോകരുത് എന്നാണ് പറയുക. പ്രത്യേകിച്ച് വൃദ്ധ സ്ത്രീകളുമായിട്ടുള്ള അവർക്ക് നല്ലതും ചീത്തയൊന്നും പറഞ്ഞു കൊടുക്കാൻ പോണ്ട, അവനവൻ്റെ കാര്യം നോക്കുക. അങ്ങനെ ആരെങ്കിലും പറയണുണ്ടെങ്കിൽ
അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക കേട്ടോ. അപ്പോൾ അത്തരം വൃദ്ധയായ സ്ത്രീകളുടെ കാര്യം ഏറ്റെടുക്കാൻ പോകരുതെന്ന് സാരം. അപ്പോൾ സ്ഥാനചലനം ഉണ്ടാവും, ധനനഷ്ടം വരാൻ സാധ്യത കൂടുതലുണ്ട്, കലഹം ഉണ്ടാവുക, ഭൂമിനാശം, അതേപോലെ തന്നെ അവനവൻ്റെ വീട്, അവനവൻ്റെ കയ്യിലുള്ളതായി ഉണ്ടാകുന്ന ഭൂമി, മറ്റ് ഭരിക്കപ്പെടേണ്ട വസ്തുക്കൾ, ഇതൊക്കെ ഉപേക്ഷിച്ച് ശ്രീരാമസ്വാമി അങ്ങനെ ഉണ്ടായത് അല്ലേ, അവനവൻ്റെ അയോധ്യയെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യമുണ്ടായി. ബുദ്ധിക്ക് മന്ദത സംഭവിച്ചു, അതായത് വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്തെടുക്കാൻ സാധിക്കാണ്ട് വന്നു. അംശാവതാരമാണ്, ഈശ്വരാംശമുള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും മനുഷ്യാവതാരം ആയതുകൊണ്ടാണ് അത്ര അങ്ങനെയൊക്കെ ഉണ്ടായത്. മനുഷ്യന്മാർക്ക് ഇതൊക്കെ ബാധിക്കുന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇനി നമുക്ക് കർക്കിടകക്കൂറ് കഴിഞ്ഞു, ഇനി ചിങ്ങക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ 12ലേക്കാണ് പോണത് അല്ലേ. വ്യാഴം 12 നിൽക്കുമ്പോൾ എന്ത് പറഞ്ഞു? ദ്വാദശേ രാവണോ ഭംഗ. 12ാം വ്യാഴം അന്ത്യസ്ഥിതേ ദീർഘദ്വാടനം ഉഗ്ര ദുഃഖജനനം ച ഭവേത്. അന്ത്യസ്ഥിതനായിരിക്കുന്ന വ്യാഴം അധികമായിട്ടുള്ള വഴി നടക്കലിന് കാര്യമാകും, അലച്ചിലുണ്ടാവുക, കാര്യങ്ങൾക്ക് വേണ്ടി അലയേണ്ട സാഹചര്യം ഉണ്ടാകുക. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള ദുഃഖം പേറേണ്ടി വരിക, കാര്യസാധ്യം നടക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടും അവനവൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടും വീഴ്ച നിമിത്തമായിട്ടും സ്ഥാനചലനം നിമിത്തമായിട്ടൊക്കെയുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരിക, മുഖത്ത് രോഗം വരിക, അതേപോലെ തന്നെ ധനനഷ്ടങ്ങൾ, അമിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ വന്ന് ഭവിക്കുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ വരിക, ദാരിദ്ര്യം വരിക. നമ്മൾ പറയുമല്ലോ അത്ര അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറേശ്ശെ അങ്ങനെ ടൈറ്റ് ആവാൻ തുടങ്ങി എന്നൊക്കെ പറയണ ഒരു തോന്നലൊരു ഫീൽ ഉണ്ടാവും. അതാണ് 12ാം വ്യാഴം. ദ്വാദശേ രാവണോ ഭംഗ എന്ന് പറയുക. 10 തലയുടെ ബുദ്ധിയുള്ള രാവണന് പോലും ബുദ്ധി മരവിച്ചു എന്നാണ്. അപ്പോൾ ബുദ്ധിയുടെ ഒരു സൗകുമാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വ്യാഴത്തിന് പ്രത്യേകം പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക, വ്യാഴാഴ്ച വ്രതം സ്വീകരിക്കുക, വിഷ്ണു ഭഗവാന് മഞ്ഞപ്പറ്റ് സമർപ്പിക്കുക, മഞ്ഞപ്പൂക്കളെ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയൊക്കെ ചെയ്താൽ ബുദ്ധിക്ക് സൗകുമാര്യം ഉണ്ടാകും. വ്യാഴാഴ്ച വ്രതം വളരെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തോളാം. ഇനി നമുക്ക് ദോഷം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. അവർക്ക് 10ലേക്കാണ് വ്യാഴം വരുന്നത് അല്ലേ. തുലാക്കൂറ്, ചിങ്ങക്കൂറിൽ പെട്ട ആൾക്കാരെ നക്ഷത്രം നമ്മൾ മനസ്സിലാക്കിയില്ല. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയാണ് കേട്ടോ ചിങ്ങക്കൂറിൽ വരിക, അത് പറയാൻ വിട്ടിട്ടുണ്ട്. തുലാക്കൂറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിത്രയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം, അതായത് ആദ്യത്തെ 3 പാദം അടങ്ങുന്ന 2.25 നക്ഷത്രം. അവർക്ക് 10ാം വ്യാഴമാണ്. 10ൽ വ്യാഴം വരുമ്പോഴോ ദശമസ്ഥിതേതു സ്ഥാനാർത്ഥ നാശാധികം തന്നെയാണ്. 10ൽ വ്യാഴം നിൽക്കുമ്പോൾ സ്ഥാനഭ്രംശം തന്നെ ക്ഷയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്ഥാനം നശിക്കുക, കർമ്മം, തൊഴിലിലെ ബുദ്ധിമുട്ടുകൾ വരിക. നല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും നല്ല ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകൾക്ക് അതെല്ലാം പല കാരണങ്ങളെ കൊണ്ട് ആ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരിക. അവനവൻ്റെ കസാര ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയില്ലോ. ധനനഷ്ടങ്ങൾ വന്നു ചേരുക, മാനഹാനി ഉണ്ടാവുക. ദശമേ ദാരികാവധം എന്നാണ്. ധാരികനും കാളിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് ധാരികൻ്റെ ശിരസ് പോയി. അപ്പോൾ ഒരു സ്ത്രീയാൽ വധിക്കപ്പെടുന്ന അവസ്ഥ, സ്ത്രീകളാൽ ഉണ്ടാകുന്ന ആപത്തുകൾ തുലാക്കൂറുകാർ ഈ ഒരു വർഷം വളരെയധികം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. സ്ത്രീ നിമിത്തം അവനവന് നാശം സംഭവിക്കാനുള്ള ഇടയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി ധനുക്കൂറുകാർക്ക് അഷ്ടമവ്യാഴാണ്. അഷ്ടമേ ഹരതോ ബാലി അല്ലേ. ബാലിക്ക് ഒളിയമ്പ് കൊണ്ട ഒരു സമയം. അഷ്ടമേ തീവ്ര ദുഃഖം ഗതാ നിബന്ധനം അജസ്രദ്വാടനം എന്ന് പറഞ്ഞു. 8ൽ വ്യാഴം നിൽക്കുമ്പോൾ കഠിനമായുള്ള ദുഃഖം സഹിക്കേണ്ടി വരികയും അവനവൻ്റെ ദേശം വിട്ടുപോവുകയും ഭാര്യാനാശമുണ്ടാവുകയും കഠിനമായിട്ടുള്ള രോഗം നിമിത്തം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഗതം എന്ന് പറഞ്ഞ രോഗമാണ്. ബന്ധനം സംഭവിക്കുക, ജയിൽ, പോലീസ് കേസ് ഇതൊക്കെ ഉണ്ടാവുക. പോലീസ് കേസ് ഉണ്ടാവുക, ജയിലിൽ പോകേണ്ടി വരിക. അതേപോലെ തന്നെ മറ്റു തരത്തിലായ അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, രോഗങ്ങളുണ്ടാവുക, അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ വന്ന് ഭവിക്കുക. ഇതിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് അവനവൻ്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കിക്കോളൂ. കേസൊക്കെ നമുക്ക് വിചാരിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം മേഖലകളിൽ പ്രവർത്തിക്കും. ഇപ്പോൾ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കേസ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതിലൊക്കെ ഇറങ്ങുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. അവനവൻ്റെ തടിക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയാണ് ഈ നക്ഷത്രത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ധനുക്കൂറുകാർ അഷ്ടമവ്യാഴം വളരെയധികം ശ്രദ്ധിക്കണം. പിന്നിൽ നിന്നുള്ള കുത്ത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനി കുംഭക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം നക്ഷത്രം, പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് 6ാം വ്യാഴമാണ് വരുന്നത്. ഷഷ്ടേ മാബലി ബന്ധനം, മഹാബലിക്ക് ബന്ധനം സംഭവിച്ചതാണ്. ഷഷ്ടബേ തൽ സ്തുഷി തൽ സാധനേ സത്യബേ സുഖം നഹി. അതായത്
ഷഷ്ടഭത്തിൽ നിൽക്കുമ്പോൾ തൽസ്തുഷി സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാലും തൽ സാധനെ അസത്യഭി എന്നാണ്. സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാൽ പോലും സുഖം ഉണ്ടാവുന്നതല്ല എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ കാര്യം നടക്കും കേട്ടോ, ആ സമയത്ത് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആ കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, ദുഃഖം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ആറാം വ്യാഴത്തിൻ്റെ പ്രത്യേകത. കാരണം മഹാബലി 1000 യാഗം ചെയ്ത് എല്ലാം തികഞ്ഞിരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രനൊരു തോന്നൽ, ഇയാൾ ഇനിയിപ്പോൾ ദേവലോകം പിടിച്ചിറക്കിയാൽ നമ്മുടെ സീറ്റ് പോവോ. അപ്പോൾ തന്നേക്കാൾ അധികാരബലം ഉയർന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. അവരോടൊക്കെയുള്ള ചങ്ങാത്തം നല്ലത്, എല്ലാവരോടുള്ള ചങ്ങാത്തം നല്ലത് തന്നെയാണ്. പക്ഷേ അടിയിൽ കൂടെ പാര വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ലത്. സൽക്കർമ്മം ചെയ്ത് ദുഷ്കർമ്മത്തിൻ്റെ ഫലം കിട്ടും. അപ്പോൾ വലിയ സഹായത്തിനൊന്നും ചെയ്തു കൊടുക്കാൻ, അവനവൻ്റെ കൈമൈ മറന്ന് വലിയ സഹായമൊന്നും ചെയ്തു കൊടുക്കാൻ ആരോടും പോകണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ കുംഭക്കൂറുകാർക്ക് കൊടുക്കാനുണ്ട്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയം പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദക്കാർ. അപ്പോൾ അവർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മേടക്കൂറ്, ഇടവക്കൂറ്, കർക്കിടകക്കൂറ്, ചിങ്ങക്കൂറ്, തുലാക്കൂറ്, ധനുക്കൂറ്, കുംഭക്കൂറ് ഇങ്ങനെയുള്ള 7 കൂറിൽപ്പെട്ട ആളുകളുടെ കാര്യം ഇവിടെ പറയേണ്ടായി കേട്ടോ. അപ്പോൾ ഈ വ്യാഴമ്പഴമുള്ള ആൾക്കാർ പ്രധാനമായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക, ഔഷധ സേവ നന്നായിട്ട് ചെയ്യുക, കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക. മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക. അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക, വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ജാതകത്തിൽ ഗ്രഹനിലയിൽ എവിടെ വ്യാഴം നിൽക്കണമെന്ന് നോക്കുക, ആ വ്യാഴത്തിൻ്റെ ബലാബലങ്ങൾ ചിന്തിക്കുക, അഷ്ടവർഗ ബിന്ദുക്കൾ എത്ര ഉണ്ട് എന്നൊക്കെ പരിശോധിച്ച് ഈ കാര്യങ്ങൾക്ക് ഒന്നുകൂടി ഫൈനലായിട്ട് വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ആപത്തുകൾ കൂടാതെ, അല്ലേ, ഇത് കാലവിധാന ശാസ്ത്രമാണ്. വരാൻ പോകുന്ന കാലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ. അപ്പോൾ ഇതിൽ വിശ്വാസമുള്ള ആളുകൾ അതൊക്കെ ചെയ്യണം എന്നാണ് പറയാനുള്ളതായ ഉപദേശിക്കുക എന്ന് വിചാരിക്കേണ്ട, പറഞ്ഞു തരാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഭാവിയിലേക്ക് നല്ലത് വരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ആസ്ട്രോമീഡിയയിൽ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ പറ്റാവുന്ന വിഷയങ്ങൾക്ക് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻ്റ് എഴുതുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ഫ്രം പ്രമോദ് പണിക്കർ, പെരിങ്ങോട്.